ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരു നല്ല പാഠമാണ് ദൈവം നമുക്ക് ഈ ആഴ്ചയെ തന്നിരിക്കുന്നത്. 5-ാമത്തെ പാഠമാണ് യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എന്നതാണ് പാഠത്തിൻ്റെ തലക്കെട്ട്. ഈ പാഠം ശ്രവിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പാഠപഠനത്തിന് മുമ്പ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നല്ല നിമിഷത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു നാഥാ. ഹല്ലേലൂയ. അവിടുത്തെ പാഠം പഠിക്കുവാനായി കർത്താവെ അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. ഈ പാഠം പഠിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് അടിയങ്ങളെ നോക്കിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. പാഠം പഠിപ്പിക്കുമ്പോൾ കർത്താവെ അടിയനോട് കൂടി ഇരിക്കണമേ, അടിയൻ്റെ നാവോട് കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ചിന്തകളെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ. അടിയനല്ല കർത്താവെ സംസാരിക്കേണ്ടത്, അവിടുന്ന് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ. പാഠം കേൾക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ തക്കവണ്ണം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗ നന്മകളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാഠം കേൾക്കുന്ന മക്കളെയും പാഠം പഠിപ്പിക്കുന്ന അടിയനെയും ഈ നിമിഷത്തെയും കർത്താവെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന പച്ചാ സ്തോത്രം. അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് യാചിക്കുന്നു. ഹല്ലേലൂയ. നല്ല പാഠം പഠിച്ച് നല്ല ആശയങ്ങളുള്ളവരായി കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിപ്പാനും സങ്കീർത്തനക്കാരൻ നിലവിളിക്കുന്നത് പോലെ നിലവിളിപ്പാനും കർത്താവെ അടിയങ്ങളെ ശീലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗ നന്മകളാൽ അടിയങ്ങളെ നിറയ്ക്കണമെന്ന് യാചിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയെ യാചിക്കുന്ന പച്ചാ. കൃപയോടെ കേട്ട് ഉത്തരമുള്ളമാറാകണമേ. ആമേൻ. ഈ ആഴ്ചത്തെ പാഠപഠനത്തിലേക്ക് ഏവർക്കും കർത്തൃനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എന്നതാണ് ഈ പാഠത്തിൻ്റെ തലക്കെട്ട്. മനപ്പാഠവാക്യം ഇപ്രകാരം പറയുന്നു: ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? സങ്കീർത്തനം 137 അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് നമുക്ക് മനപ്പാഠവാക്യമായിട്ടുള്ളത്. ഒരിക്കൽ കൂടി വായിക്കാം. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? സങ്കീർത്തനം 137:4. ആമുഖമായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ഇപ്രകാരമാണ്: സങ്കീർത്തനങ്ങൾ ഉച്ചരിക്കപ്പെടാനിടയായ ലോകത്തിൻ്റെ അവസ്ഥ പാപവും തിന്മയും കഷ്ടതകളും മരണവും കൊണ്ട് വ്യാപകമായ ഒരു അപൂർണമായ ലോകത്തിലാണ് എന്ന് പറയപ്പെടുന്നു. ഈ അപൂർണമായ ലോകത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരന് ചില മുന്നറിയിപ്പുകളും നമുക്ക് ഉണ്ടായിരുന്നു. ഈ ലോകം സർവാധികാരിയായ ദൈവം സൃഷ്ടിച്ചതും ദൈവം പരിപാലിക്കുന്നതുമാണ്. എങ്കിലും ദൈവത്തിൻ്റെ ഉറപ്പുള്ള ഈ സൃഷ്ടികളും ദൈവം നമുക്കായി തന്ന നിയമങ്ങളും ദുഷ്ടൻ്റെ നിരന്തരമായ ഭീഷണിയിലാണ് എന്ന് സങ്കീർത്തനക്കാരൻ മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. ഇന്നും നമ്മൾ ഈ ലോകത്തിൻ്റെ നിറഞ്ഞ ദുഷ്ടതയാൽ നമ്മൾ ഇന്നും ഭീഷണിയിൽ തന്നെയാണ്. മാത്രമല്ല, പാപം കൊണ്ട് നിറഞ്ഞ ഈ ലോകം ദൈവജനത്തിന് അന്യദേശമായിക്കൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ പ്രവാസികളാണെന്നാണ് പറയുന്നത്, പരദേശികളാണെന്നാണ് നമ്മളിവിടെ പറയപ്പെടുന്നത്. ഈ അന്യദേശത്ത് എങ്ങനെ വിശ്വാസ ജീവിതം നയിക്കും എന്നിങ്ങനെയുള്ള വ്യാകുല ചിന്തകളാൽ സങ്കീർത്തനക്കാരൻ അവിടെ സങ്കടപ്പെടുകയാണ് ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ. ദൈവം നിത്യനും ഒരിക്കലും പരാജയപ്പെടാത്തതുമായ അഭയമാണെന്നും ദൈവത്തിൻ്റെ ന്യായവിധിയും ദൈവത്തിൻ്റെ സർവാധിപത്യ ഭരണവും അധികാരവും ഒക്കെ സങ്കീർത്തനക്കാർ അംഗീകരിക്കുന്നു, തിരിച്ചറിയുന്നു. എങ്കിലും ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലെന്ന് തോന്നിയിട്ട് അവർ പതറിപ്പോയ നിമിഷങ്ങളും ഉണ്ട്. ലോകത്തിൻ്റെ തിന്മ പുഷ്ടിപ്പെട്ടു വന്നപ്പോൾ അവർക്കുണ്ടായ ചാഞ്ചല്യം മാത്രമായിരുന്നു എന്നത് നമുക്ക് പിന്നീട് കാണുവാനായിട്ട് കഴിയും. ഈ ചാഞ്ചല്യം കാരണം ദൈവം നിശബ്ദനാണെന്ന് പോലും സങ്കീർത്തനക്കാർ കരുതി. അപ്പോഴുണ്ടായതായ അവരുടെ പ്രതികരണങ്ങൾ പ്രാർത്ഥനകളായിട്ട് പ്രകടമായിരുന്നു. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലെന്ന് തോന്നിയപ്പോഴും അവർ പ്രാർത്ഥനകളിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാം. നാമും അപ്രകാരം സങ്കീർത്തനക്കാർ ചെയ്തതുപോലെ നമ്മുടെ പാപങ്ങൾ നിമിത്തമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തകളാലോ കഷ്ടങ്ങളാലോ ഒറ്റപ്പെട്ടു പോയി എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ആശ്രയിക്കുക. അതല്ലാതെ മറ്റൊരു പരിഹാര മാർഗവും നമുക്കവിടെ ഇല്ല. കാരണം ഒരിക്കലും ദൈവം നമ്മളിൽ നിന്നും അകലുന്നില്ല. നമ്മുടെ പാപങ്ങളാണ് ദൈവത്തിനും നമുക്കുമിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത്.
നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആയതിനാൽ പ്രിയ ദൈവമക്കളെ, നാം പാപികളാണ് എങ്കിലും പാപബോധം നൽകുവാനായി പ്രാർത്ഥിക്കാം. പാപം ചെയ്യാതിരിക്കാനായി, നീതിമാർഗം, ദൈവപരിജ്ഞാനത്തിനായി ഒക്കെയും നാം പ്രാർത്ഥിക്കുക. ദൈവത്തിൽ നിന്ന് നാം അകലാതിരിക്കുക എന്ന ആഹ്വാനത്തോടെ ഞായറാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഞായറാഴ്ചത്തെ പാഠഭാഗത്തിൽ തലക്കെട്ട് ദുഷ്കാലം എന്നതാണ്. അത് മനസ്സിലാക്കുവാനായി നമുക്കൊരു ആധാരവാക്യം വായിക്കാം. സങ്കീർത്തനം 74 അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം. ദൈവത്തിൻ്റെ തിരുനാമം നിന്ദിക്കപ്പെടുന്നതായിട്ട് കാണുന്നു, ദുഷിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. ദൈവജനം അന്യദേശത്തെ പീഡിപ്പിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. മൂഢൻ ദൈവത്തെ നിന്ദിക്കുന്നതായിട്ട് കാണുന്നു. ഭൂമി അന്ധകാരമായി മാറി എന്നിങ്ങനെ അതിൻ്റെ ചുരുക്കരൂപം പറയുന്നു. വീണ്ടും സങ്കീർത്തനം 79 അധ്യായം അതിൻ്റെ 5 മുതൽ 13 വരെ പഠിക്കുമ്പോൾ പാപക്ഷമയ്ക്കായിട്ട് യാചിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കാണുന്നു. ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുന്നവർക്കായി ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കാണുന്നു. ഈ 2 വേദശകലങ്ങളിലും ദൈവവും ദുർശക്തിയും തമ്മിലുള്ള ഒരു വിവാദമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതവിടെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ ദീർഘക്ഷമ അതിൻ്റെ ആഴം അളക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. കാരണം ഇത്രത്തോളം ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുമ്പോഴും, ദൈവജനത്തെ പീഡിപ്പിക്കപ്പെടുമ്പോഴും, മൂഢൻ ദൈവത്തെ നിന്ദിക്കുമ്പോഴും ഒക്കെ എന്താണ്, ദൈവം അവരെ ക്ഷമിച്ചുകൊണ്ട് ക്ഷമയോടെ അവരെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ദീർഘക്ഷമയുടെ ആഴം അളക്കാൻ പറ്റാത്തത് തന്നെയാണ് എന്ന് വ്യക്തമാണ്. ദൈവത്തെ ദുഷിച്ചിട്ടും അവരെ ക്ഷമയോടെ കരുതുന്ന ദൈവത്തിൻ്റെ അനന്തജ്ഞാനം കൂടി നമുക്കവിടെ കാണാൻ കഴിയുന്നു. കാരണം ദൈവം പാപികളെ തേടിയാണ് ഈ ലോകത്തിലേക്ക് തൻ്റെ മകനെ അയച്ചത്. പാപികളെ വീണ്ടെടുപ്പാൻ ഉള്ള ഒരു വീണ്ടെടുപ്പിൻ്റെ ക്ഷമയും ജ്ഞാനവും നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. എത്രത്തോളം പാപങ്ങൾ ഇങ്ങനെ പെരുകിയിട്ടും ദൈവം എന്താണ് ഇന്നും അവരോട് ക്ഷമിച്ചുകൊണ്ട്, അത് ഏറ്റുപറഞ്ഞ് ക്ഷമ യാചിക്കുന്നവരോട്, അത് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ക്ഷമ യാചിക്കുന്നവരോട് അത് ക്ഷമിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിപ്പാൻ തക്കവണ്ണം ഉള്ള ഒരു വീണ്ടെടുപ്പിൻ്റെ ക്ഷമയും കൂടി നമുക്കവിടെ ആ ദൈവത്തിൻ്റെ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ക്ഷമയോടെയുള്ള ആ വീക്ഷണത്തിന് പിന്നിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യെരുശലേം ദേവാലയവും നഗരവും നശിപ്പിച്ചപ്പോൾ അത് ദൈവപ്രവൃത്തിയുടെ അപകീർത്തിയായിട്ട് പുറം ജാതിക്കാര് കരുതി. അവരത് കൊട്ടിഘോഷിച്ചു നടന്നു. അപ്പോഴും ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേൽ ജനം എന്നത് ദൈവത്തിൻ്റെ തന്നെ തിരഞ്ഞെടുപ്പും അവകാശ ഉടമ്പടിയും ആയിരുന്നു. അത്രയും ദേശത്തെ അവർ നശിപ്പിക്കപ്പെട്ടു എങ്കിലും കർത്താവായ ദൈവം എന്ത് ചെയ്തു? ഇസ്രയേൽ ജനത്തെ വേർതിരിച്ച് വീണ്ടെടുത്തു. ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയിൽ നടുവിൽ നിന്നും തനിക്കാൽ ചെന്നെടുപ്പാൻ സംഗതി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേയുള്ളൂ. ബൈബിളിൽ പറയുന്നത് പ്രകാരമാണ്, ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയിൽ നടുവിൽ നിന്നും തനിക്കായി ചേർത്തെടുപ്പാൻ സംഗതി വന്നിട്ടുണ്ട് എങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് പുറംജാതികൾ അറിയേണ്ടതിന് തന്നെ. അപ്പോൾ യെരുശലേം നഗരം, യെരുശലേം സഭ ഒക്കെ നശിപ്പിച്ചപ്പോഴും പുറംജാതികൾ എന്താ ചെയ്തത്? ദൈവത്തിൻ്റെ നാമത്തെ അപകീർത്തിപ്പെടുത്തി കുട്ടിഘോഷിച്ചു. അവരത് ഘോഷിച്ചുല്ലസിച്ച് നടന്നു. എന്നിട്ടും കർത്താവായ യേശുക്രിസ്തു അവരെ ക്ഷമയോടെ, പിതാവായ ദൈവം അവരെ ക്ഷമയോടെ അവിടെ ഇടപെട്ടിട്ട് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്തു. ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്തപ്പോൾ ഈ പുറംജാതിക്കാർ എന്തു മനസ്സിലാക്കി? യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് പുറംജാതികൾ മനസ്സിലാക്കണമായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ദൈവത്തിൻ്റെ ഒരു പദ്ധതി തന്നെയായിരുന്നു അതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരമുള്ള ദൈവത്തിൻ്റെ ദീർഘകാല പദ്ധതി ഒരിക്കലും പരാജയപ്പെടില്ല. ഇസ്രായേൽ മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കാര്യത്തിലും ഈ പദ്ധതി ഇന്നും നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കുന്നു. അത് ഇതുവരെയും പരാജയത്തിൽ എത്തിയിട്ടില്ല. ഇവിടെ ദൈവത്തിൻ്റെ അവകാശം എന്നത്, അതായത് ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ അവകാശം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അവകാശം എന്നത് ഒരു കാലാന്ത്യ പരിമാണം സംഭവിക്കാനുള്ള ഒരു വസ്തുതയാണ്. ഒരിക്കൽ സർവ്വദേശങ്ങളും ദൈവത്തിൻ്റെ അവകാശമായി തീരും, എല്ലാവരും ദൈവത്തെ സേവിക്കുകയും ചെയ്യുമെന്ന് ബൈബിൾ പറയുന്നു. അതായത് യോഹന്നാൻ വ്യക്തമായി പറഞ്ഞാൽ, യോഹന്നാന്റെ പുസ്തകം 13 അധ്യായം അതിൻ്റെ 31 പറയുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധി ആകുന്നു, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്കും ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു.
ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു ഉത്തരമാണ്. അതായത് പുരുഷന്മാരിൽ ഒരാൾ, നസ്രയനായ ക്രിസ്തുവിനോട് പുരുഷന്മാരിൽ ഒരാൾ ചോദിച്ചപ്പോൾ, അവർ കൂടിയിരുന്ന് സംസാരിച്ചപ്പോൾ പുരുഷാരത്തിൽ ഒരാൾ ചോദിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞ മറുപടിയാണ്, ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധി ആകുന്നു. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്തു തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അതിനോട് സമം ചേർന്ന് നിൽക്കുന്ന ഏതിനോട്? ദൈവത്തിൻ്റെ അവകാശം എന്ന ആ ഒരു കാലാന്ത്യ പരിണാമം. അതവിടെ എന്താണ്? അവിടെ കാലാന്ത്യ പരിണാമം വന്നു കഴിയുമ്പോൾ എല്ലാവരും ദൈവത്തെ, അതായത് ഈ ദുഷ്ടതയിലേക്ക് അവസാനം വന്നു കഴിയുമ്പോൾ, ദുഷ്ടന്മാരുടെ നീതിമാന്മാരുടെ എല്ലാം അന്ത്യം വന്നു കഴിയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? യേശുക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ ഈ യേശുവിൻ്റെ അവകാശം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവകാശം എന്ന് പറയുന്നതിനോട് സമം നിൽക്കുന്ന ഒരു വേദവാക്യം തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നു. ആളുകളുടെ പാപങ്ങളാണ് ദൈവവുമായുള്ള അവരുടെ ഉടമ്പടി ബന്ധത്തെ വഷളാക്കിയത്. അതിൻ്റെ മുഴുവൻ പരിണത ഫലങ്ങളും അതവിടെ കൊണ്ടുവന്നു, ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അതായത് ഏദൻ തോട്ടത്തിൽ ആദം ഹൗവ ആദ്യ പാപം ചെയ്തപ്പോൾ അവർക്ക് ദൈവ തേജസ് നഷ്ടമായി. അത് ഒരു ആത്മീയ മരണമായി. അവർ നഗ്നരായി തീർന്ന് പാപത്തിൻ്റെ പരിണിത ഫലമായിരുന്നു അത്. അപ്പോൾ ഭൂമിയിൽ പാപം വന്നപ്പോൾ ആ പാപത്തിൻ്റെ എല്ലാ പരിണിത ഫലങ്ങളും ഭൂമിയിൽ പിന്നീട് വരികയും ചെയ്തു. എങ്കിലും ഏദൻ തോട്ടത്തിൽ ആദം ഹൗവ പാപം ചെയ്തു എങ്കിലും, ആദ്യ പാപം ചെയ്ത് അവർ പാപികളായി തീർന്നു എങ്കിലും ദൈവം അവരോട് കരുണയോടെ ഇടപെട്ടു. ദൈവം എന്താ ചെയ്തത്? അവരെ തേടി തോട്ടത്തിൽ ചെന്നു. അപ്പോൾ മനുഷ്യ നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ആദം പറയുന്നത് ഞാൻ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ എന്താ? ഞാൻ ഒരു മരത്തിന് മറഞ്ഞു നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഇന്നും മനുഷ്യൻ പാപം ചെയ്യുന്നത് തുടരുന്നു എങ്കിലും ദൈവം നമ്മോട് കരുണയോടെ ഇടപെടുന്നു. ആയതിനാൽ മാത്രമാണ്, അതായത് ദൈവത്തിൻ്റെ കരുണയോടെയുള്ള ആ ഇടപെടലുകൾ മാത്രമാണ് നാം ഇന്നും ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നത്. പാപപരിഹാര നടപടിയായ ക്ഷമ യാചിക്കൽ, ക്ഷമിച്ചു നൽകൽ, ദീർഘക്ഷമ, ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തത, നമ്മെ ചേർക്കുവാനുള്ള, നമ്മെ വീണ്ടെടുക്കുവാനുള്ള ആഗ്രഹം എന്നിങ്ങനെയൊക്കെ നമുക്ക് ആ കരുണയെ വിശേഷിപ്പിക്കാം. എന്തൊക്കെയായാലും ലോകത്തിൽ അന്യദേശത്തിൽ, അതായത് നമ്മളിന്ന് പാപത്താൽ നിറയപ്പെട്ട ഈ ലോകം ദൈവമക്കൾക്ക് അന്യദേശമാണ്. ഈ അന്യദേശത്ത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ, ലക്ഷ്യമെന്ന് പറയുന്നത്. ലോകത്തിലെ ദുഷ്ടപ്രവർത്തികൾ ശിക്ഷിക്കപ്പെടാതെ പോയാൽ ദൈവത്തിൻ്റെ അധികാരം നഷ്ടമായി എന്ന് കണക്കാക്കപ്പെടുമെന്നും ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുമ്പോൾ മാത്രമേ തൻ്റെ നാമം ന്യായീകരിക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്യുകയുള്ളൂ എന്നും സങ്കീർത്തനക്കാരൻ പറയുന്നു. നമ്മുടെ പാപങ്ങൾ, പിന്മാറ്റം, ദോഷങ്ങൾ എന്നിവയ്ക്കും തർക്കങ്ങൾ മാത്രമേ, അതൊരു തർക്കമായിട്ട് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ അതിലുപരിയായി നമ്മുടെ പാപങ്ങൾ, പിന്മാറ്റങ്ങൾ, ദോഷങ്ങൾ ഒക്കെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തെ മോശമാക്കുകയും ചെയ്യും. നമ്മുടെ പാപങ്ങളും ദോഷങ്ങളും ദൂഷണങ്ങളും പിന്മാറ്റങ്ങളും ഒക്കെ എന്താണ്? തർക്കം ഉണ്ടാക്കും, നമ്മളിലും ഒരു വൻ വിവാദം സൃഷ്ടിക്കും. എങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് എന്താണ് ദോഷഫലം എന്ന് പറയുന്നത്? കർത്താവായ ദൈവത്തിൻ്റെ നാമത്തെ മോശമാക്കും. നമ്മുടെ തെറ്റായ പ്രവൃത്തികൾക്ക് നമ്മുടെ സാക്ഷ്യത്തിന്മേലും ദൗത്യത്തിന്മേലും ഒരുപോലെ അപകടകരമായ ഫലങ്ങൾ ഉളവാക്കാൻ ഇടയാക്കും. അപ്പോൾ ദൈവത്തിനുള്ള ബഹുമാനം, ക്രിസ്തുവിനുള്ള ബഹുമാനം തൻ്റെ ജനത്തിൻ്റെ, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവ പൂർത്തീകരണത്തിൽ അടങ്ങിയിരിക്കുന്നു. ആയതിനാൽ നാം നല്ല പ്രവൃത്തികൾ ചെയ്യുക, പാപികളാവാതെ, പാപത്തെ വെടിഞ്ഞ് നമ്മൾ ദോഷങ്ങൾ ചെയ്യാതെ, പിന്മാറ്റപ്പെട്ടു പോവാതെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നാം മുന്നോട്ട് പോകണം. കാരണം ക്രിസ്തുവിനെ ജലസ്നാനത്താൽ അണിഞ്ഞവരായ നാം നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് മറ്റുള്ളവർക്ക് മാതൃകയാവുന്നത്. നമ്മുടെ നീതിയുള്ള പ്രവൃത്തികളിൽ നമ്മളിൽ ദൈവ തേജസ് നൽകുന്നു. നമ്മൾ നീതിയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മളിൽ ദൈവ തേജസ് വരുവാൻ ഇടയാകും. അങ്ങനെ ദൈവ തേജസ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ ക്രിസ്തുവിനുള്ള ഭാവം തന്നെ നമ്മളിൽ വരും. നമ്മുടെ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി തീരുവാൻ നമുക്ക് സഹായിക്കും. കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി തീരാൻ നമുക്ക് ഇടയായിത്തീരും. അപ്രകാരം മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി തീരുവാൻ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സ്വഭാവം ഒക്കെ ദൈവത്തിനും ക്രിസ്തുവിനും ബഹുമാനമുള്ളതായി തീരുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുന്നു. മരണത്തിൻ്റെ വാതിൽക്കൽ എന്നതാണ് തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തിൻ്റെ തലക്കെട്ട്. ദൈവ കുഞ്ഞുങ്ങൾക്ക് ലോകത്തിലെ കഷ്ടാനുഭവങ്ങൾ വരാതിരിക്കില്ല എന്നതിന് ഉത്തമ ഉദാഹരണം
ഉദാഹരണമാണ് നാം ഇന്ന് വായിക്കുന്ന പല സങ്കീർത്തനങ്ങളും. നമ്മളിപ്പോൾ ഒരു സങ്കീർത്തനം വായിക്കാൻ നമ്മൾ നോക്കുമ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ചിന്തകളാണല്ലോ, ഇത് എൻ്റെ മനസ്സിലെ മനോവ്യതകളാണല്ലോ. അപ്പോൾ ലോകത്തിലെ കഷ്ടാനുഭവങ്ങളിലൂടെയാണ് സങ്കീർത്തനക്കാർ അന്ന് ആ സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ടത് എങ്കിലും ഇന്നും വായിക്കുന്ന നമുക്കും ആ കഷ്ടാനുഭവങ്ങൾ തന്നെയാണ് അനുഭവപ്പെടുന്നത്. കാരണം സങ്കീർത്തനങ്ങളിൽ കൂടുതലും അവ എഴുതിയവരുടെ യാചനകളും നിലവിളികളും ആണ് ഉള്ളത്. രോഗങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നുമുള്ള രക്ഷയ്ക്കായുള്ള പ്രാർത്ഥനകളാണ് അവ വായിച്ച് ധ്യാനിക്കുമ്പോൾ സങ്കീർത്തനക്കാർ അനുഭവിച്ചതായ ഭീകരമായ കഷ്ടാനുഭവങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശക്തിയില്ലാത്തവൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു, ഭക്ഷിക്കാനാകാതിരിക്കുന്നു, മരിച്ചവനെന്ന് എണ്ണപ്പെടുന്നു, കൊല്ലപ്പെട്ടവരെ പോലെ ശവക്കുഴിയിൽ കിടക്കുന്നു, അസഹ്യമായ കഷ്ടം അനുഭവിച്ചു, നൈരാശ്യത്തിൽ ആകുന്നു, അവൻ്റെ അസ്ഥികൾ ത്വക്കിനോട് പറ്റിയിരിക്കുന്നു എന്നിങ്ങനെ പലവിധമായ കഷ്ടാനുഭവങ്ങളെ സങ്കീർത്തനക്കാരൻ തൻ്റെ വാക്കുകളിലൂടെ നമുക്കവിടെ ചിത്രങ്ങളാക്കി കാണിക്കുകയാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ കഷ്ടത്തിന് പിന്നിലും അവരുടെ അനുസരണക്കേടാണെന്നും പാപത്തിന് രോഗം കൊണ്ടുവരാൻ കഴിയുമെന്നും ആണ് സങ്കീർത്തനക്കാരൻ തിരിച്ചറിയുന്നത്. ആ കഷ്ടാനുഭവങ്ങളിലൂടെ, അതായത് മരിച്ചവൻ എന്ന് എണ്ണപ്പെടുക, കൊല്ലപ്പെട്ടവരെ പോലെ ശവക്കുഴിയിൽ കിടക്കുക, അസഹ്യമായ കഷ്ടം അനുഭവിക്കുക, നൈരാശ്യത്തിലാവുക, അസ്ഥികൾ ത്വക്കിനോട് പറ്റിയിരിക്കുക, ക്ഷീണിതാവസ്ഥയിലൊക്കെ വരിക എന്നിങ്ങനെ ആ കഷ്ടത അനുഭവിക്കുമ്പോഴും ഈ സങ്കീർത്തനക്കാരൻ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. ഇസ്രയേലിൻ്റെ കഷ്ടത്തിന് പിന്നിൽ അവരുടെ അനുസരണക്കേടാണ് എന്നും നമ്മളുടെ കഷ്ടത്തിന് പിന്നിലും നമ്മുടെ അനുസരണക്കേടാണ്. പാപത്തിന് രോഗം കൊണ്ടുവരാൻ കഴിയുമെന്ന്. ഇപ്പം അനുസരണക്കേട് മൂലം എന്ത് വരും? പാപം വരും. അങ്ങനെ പാപം വന്നു കഴിയുമ്പോൾ പുറകെ എന്തും വരും? പാപത്തിന് പുറകെ രോഗവും വരുമെന്ന് സങ്കീർത്തനക്കാരൻ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിഞ്ഞ കാര്യം നമ്മളെയും പഠിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി സങ്കീർത്തനക്കാർ രോഗസൗഖ്യത്തിനു വേണ്ടി പാപക്ഷമയെ ആണ് യാചിക്കുന്നത്. ആദ്യം അവരെന്ത് ചെയ്യുന്നു? തങ്ങൾ പാപികളാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് പാപക്ഷമയ്ക്ക് വേണ്ടി ആദ്യം യാചിച്ചുകൊണ്ട് രോഗസൗഖ്യത്തിന് വേണ്ടി പിന്നെ യാചിക്കുന്നു. സങ്കീർത്തനം 88 സങ്കീർത്തനക്കാരൻ പറയുന്നത് തന്നെ തൻ്റെ മരണത്തെ വക്കോളം കൊണ്ടുവന്നു എന്നാണ്. പക്ഷെ പ്രിയ ദൈവമക്കളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കഷ്ടം അനുഭവിക്കുന്നത് നമ്മുടെ അനുസരണക്കേടിൻ്റെ അല്ലെങ്കിൽ കൽപ്പനാ ലംഘനത്തിൻ്റെ പാപത്തിൻ്റെ ഫലമാണ്. എങ്കിലും നമുക്കൊരു വലിയ പ്രത്യാശ ആ കഷ്ടത്തിന് പിന്നിലുണ്ട്. നിങ്ങളും ഞാനും ഇന്ന് കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിശ്ചയമായും വ്യക്തമായ വിശ്വാസത്തിൻ്റെ ഒരു ക്രിയയാണ്. കാരണം തൻ്റെ കുഞ്ഞിനോട്, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും സൗഖ്യം പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവത്തിൻ്റെ കൈകളിലാണ് നാം വഹിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട്. മരണത്തിൻ്റെ വാതിൽപ്പടിയിൽ നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയും ആർദ്രമായ ദയയെയും വിശ്വസ്തതയെയും നീതിയെയും സങ്കീർത്തനക്കാരൻ ഓർമ്മിക്കുന്നു. മരണത്തിൻ്റെ വക്കോളം ആ സങ്കീർത്തനക്കാരൻ 88 അധ്യായത്തിലെ നമ്മൾ മനസ്സിലാക്കുന്ന ആ സങ്കീർത്തനക്കാരൻ 88 അധ്യായം രചിച്ചിരിക്കുന്ന എഴുതപ്പെട്ടിരിക്കുന്ന ആ സങ്കീർത്തനക്കാരൻ മരണത്തിൻ്റെ വക്കോളം എത്തി നിൽക്കുകയാണ്. എങ്കിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെയും ആർദ്രമായ ദയയെയും വിശ്വസ്തതയെയും നീതിയെയും തിരിച്ചറിയുന്നുണ്ട്, ഓർമ്മിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വൻകൃപകളെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഷ്ടതയിലും ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരു സാഹചര്യം നമുക്കവിടെ കാണാൻ കഴിയുന്നു. അതികഠിനമായ വേദനയിലും ദൈവത്തെ നിഷേധിക്കുന്നില്ല. ദൈവത്തെ നിഷേധിക്കാതെ ആ വേദനയൊക്കെയും എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്, ഇതിലെനിക്ക് എൻ്റെ ദൈവം തുണയായിട്ടുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി, ദൈവത്തിൽ മാത്രമാണ് ഏകരക്ഷ എന്ന ഒരു തിരിച്ചറിവോടുകൂടി അവർ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കഷ്ടം തരുന്നതും വിടുതൽ നൽകുന്നതും എല്ലാം നിയന്ത്രിക്കപ്പെടുന്നത് ദൈവമാണ് എന്ന അറിവ് നമുക്ക് പ്രത്യാശ തരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മഹലത്ത് രാഗത്തിൽ ഹേമാൻ എഴുതിയിട്ടുണ്ട്. അതാണ് ആ സങ്കീർത്തനമാണ് 88 സങ്കീർത്തനം. മഹലത്ത് രാഗത്തിൽ ഹേമാൻ എഴുതിയതാണ്. അപ്പോൾ ഈ 88 സങ്കീർത്തനം നാം ധ്യാനിച്ച് വായിച്ചാൽ ആ സ്നേഹം നമുക്ക് രുചിച്ചറിയാം. നാം അതിശയിച്ചു പോകും. എന്നെ ഇത്രമാത്രം സ്നേഹിക്കുവാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളതെന്ന് നാം ചിന്തിച്ചു പോകും. ആ സ്നേഹമാണ് നാം ക്രൂശിൽ കാണുന്ന അവസാന തുള്ളി ചോരയും നമ്മുടെ പാപത്തിൻ്റെ വിലയായി നൽകി നമ്മളെ മരിക്കേണ്ടതിന് പകരം ക്രിസ്തു മരിച്ചത്. ക്രൂശിലെ ക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ പാപനിമിത്തം താൻ സഹിക്കേണ്ടി വന്നതും നമുക്കറിയാം. നാം അനുഭവിക്കുന്ന കഷ്ടം ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കാൾ എത്രയോ തുച്ഛമാണ്. അപ്പോൾ നമ്മുടെ കഷ്ടങ്ങൾക്ക്, നമ്മുടെ പാപങ്ങൾക്കും വിലയായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവസാന തുള്ളി ചോരയും ക്രൂശിൽ ഒഴിച്ചു. അപ്പോൾ ആ ക്രൂശിൽ മരണത്തിന് ഏൽപ്പിക്കപ്പെടുമ്പോഴും കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു പ്രത്യാശ നൽകുന്നുണ്ട്.
കർത്താവായ യേശുക്രിസ്തു ക്രൂശ് മരണത്താൽ ജയമെടുത്തവനാണ്. നമ്മുടെ പാപങ്ങൾക്ക് വിലയായി മറുവിലയായി തന്നെ അതിൽ നൽകിയവനാണ്. അപ്പോൾ ക്രൂശിലെ ആ ക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ പാപനിമിത്തം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളും നമുക്കറിയാം. എന്നാൽ ക്രൂശ് മരണത്തെ വെച്ച് നോക്കുമ്പോൾ നാം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടം എത്രയോ തുച്ഛമാണെന്നാണ് നാം കരുതേണ്ടത്. ക്രൂശിലെ മരണത്തിന് പിന്നിലുള്ള സ്നേഹം ഓർത്താൽ നാം അനുഭവിക്കുന്ന കഷ്ടം നമുക്ക് മധുരമുള്ളതായിട്ട് തോന്നും. നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് വേണ്ടി ക്രൂശിതനായവൻ്റെ മുഖത്തേക്ക് നോക്കി നാം ജീവിക്കുക എന്നതാണ് നാം ഇനിയുള്ള നാളുകളിൽ ചെയ്യേണ്ടത്. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ദൈവം എവിടെ? ചൊവ്വാഴ്ചത്തെ പാഠഭാഗത്തിന് ആധാരമായ കോരഹ പുത്രന്മാരുടെ സങ്കീർത്തനം 42 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. ജീവനുള്ള ദൈവത്തിനായി എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലും? നിന്റെ ദൈവം എവിടെ എന്നവർ എന്നോട് നിത്യം പറയുന്നു. അതിനാൽ എൻ്റെ കണ്ണീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരനായ കോരഹ പുത്രന്മാർ ദൈവത്തോട് അതിവേദനയാൽ, മാനസികമായ വേദനയാൽ, കഷ്ടതയുള്ള വേദനയാൽ അപേക്ഷിക്കുകയാണ്. അവരുടെ വേദനയുടെ കാഠിന്യം നമ്മെ അറിയിക്കുവാനായി അവർ ഉപയോഗിച്ചിരിക്കുന്ന ഉപമ എത്ര അർത്ഥവത്തായതാണെന്ന് നാം ചിന്തിക്കണം. അവരുടെ വേദനയുടെ അതികാഠിന്യം പറയുന്നത് എൻ്റെ കണ്ണീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു എന്നാണ്. അതായത് കരച്ചിൽ അവർക്ക് രാവും പകലും അവർ കരയുകയാണ് എന്നർത്ഥം. സങ്കീർത്തനം 63:1 പറയുന്നു: ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. അവിടെ ഉണങ്ങിവരുടെ ദേശത്താണ് അവർ ജീവിക്കുന്നത്. എങ്കിലും അവരുടെ ദാഹം ആരോടാണ്? അവരുടെ ശരീരത്തിലെ ആ ദാഹിക്കുന്ന അവസ്ഥയോടല്ല അവരുടെ ദാഹം എന്ന് പറയുന്നത്. കർത്താവായ ദൈവത്തോടുള്ള ദാഹമാണ്. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. അവരുടെ ദേഹത്തിലെ കാംക്ഷ്യം ആരോടാണ്? കർത്താവായ ദൈവത്തോടാണ്. 69 സങ്കീർത്തനം 1 വാക്യം പറയുന്നു: എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ഞാൻ മരണം വരിക്കാനായിരിക്കുന്നു, എന്നെ രക്ഷിക്കണമേ എന്ന്. 102 സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ: യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. കഷ്ടദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു, എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു എന്നിങ്ങനെ നമുക്ക് താഴോട്ട് വായിക്കുവാനായിട്ട് സാധിക്കും. നമുക്കൊരു ശകലം വിശദമായിട്ടതിനെ പഠിക്കാം. വ്യക്തിപരവും സാമൂഹികവുമായ കഷ്ടാനുഭവങ്ങൾ സങ്കീർത്തനക്കാരനെ വിഷമിപ്പിക്കുമ്പോൾ ദൈവം തൻ്റെ കഷ്ടാനുഭവങ്ങളിൽ തന്നെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഇല്ല എന്നൊരു തോന്നൽ കൂടുതൽ വിഷമത്തിലാക്കുന്നു. ദൈവത്തിൻ്റെ അസാന്നിധ്യം വരണ്ട ദേശത്തെ കഠിനമായ ദാഹം പോലെയാണ് സങ്കീർത്തനക്കാരന് അനുഭവപ്പെടുന്നത്. ഇത് മരണകരമായ ഒരു സങ്കടാവസ്ഥ തന്നെയാണ്. ദൈവത്തിൽ നിന്നും മാറ്റപ്പെട്ടതുപോലെ തോന്നുന്ന ഒരു അനുഭവം. മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ ആകുന്നു എന്ന് ആ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ വിശേഷിപ്പിക്കുന്നു, ഉപമിക്കുന്നു. വീടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരികൾ പോലെ എന്നും അവിടെ വിശേഷിപ്പിക്കുന്നു. ആ ഒറ്റപ്പെടലിൻ്റെ അനുഭവം എത്ര വർണ്ണിച്ചാലും തൻ്റെ സങ്കടം തീരാത്ത അനുഭവം, എത്ര പറഞ്ഞാലും കരഞ്ഞാലും തീരാത്ത അതിവേദന. എങ്കിലും ആ സങ്കീർത്തനക്കാരൻ തൻ്റെ പ്രാർത്ഥനയിലൂടെ, നിലവിളികളിലൂടെ യഹോവയോട് തന്നെയാണ് അവിടെ യാചിക്കുന്നത്. മരുഭൂമി എന്നത് ഇവിടെ ഒറ്റപ്പെടലിനെ സൂചിപ്പിക്കുന്നു. ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ, വീടിൻ മുകളിലെ കുരുകിൽ, വേഴാമ്പൽ പോലെ എന്നീ പദങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെയും കഷ്ടതയാൽ ഒറ്റപ്പെടുന്ന ആ അവസ്ഥയെ, കഷ്ടതയുടെ അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു, ഹൃദയം അരിഞ്ഞ പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു, ഭക്ഷണം കഴിപ്പാൻ മറന്നുപോകുന്നു, ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു, ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു. ഇവയെല്ലാം അതിവേദനയുടെയും കഷ്ടതയുടെയും സൂചനകളാണ്. ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വേണം, ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം എന്ന് സങ്കീർത്തനക്കാരന് നിശ്ചയമുണ്ട്. അതിനാൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. കഷ്ടദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ നിലവിളിക്കുന്ന നാളിൽ എനിക്ക് വേഗത്തിൽ ഉത്തരം തരണമേ എന്ന്
നിലവിളിക്കുന്നു. ഈ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം. നമുക്കും കഷ്ടതകളും അതിവേദനകളും നമുക്കും ഉണ്ടാകും. സങ്കീർത്തനക്കാരനെ പോലെ പ്രാർത്ഥിക്കാൻ നമുക്കും ദൈവം സഹായം അരുളട്ടെ. ഇപ്രകാരം സങ്കീർത്തനക്കാരന് ദൈവമില്ല എന്ന തോന്നൽ ഉളവായി. നമുക്കും അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടാകുമല്ലോ. നാമും പല മൂശകളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി സങ്കീർത്തനക്കാരനെ പോലെ നാമും പ്രാർത്ഥിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ദൈവമില്ല എന്ന തോന്നലിനെ അസാധുവാക്കാൻ ബൈബിളിൽ എന്താണ് പറയുന്നത്? ഈ കഷ്ടത വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോയി, ദൈവം എൻ്റെ കൂടെ ഇല്ല എന്ന് നമ്മളും ചിന്തിക്കും. ഈ ചിന്തയെ മറികടക്കുവാൻ ബൈബിൾ നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം. സങ്കീർത്തനം 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നോക്കുമ്പോൾ, യഹോവേ എഴുന്നേൽക്കണമേ, തൃക്കൈ ഉയർത്തേണമേ, എളിയവരെ മറക്കരുതേ എന്ന് ദാവീദ് പാടുന്നു. അപ്പോൾ കർത്താവായ ദൈവം എഴുന്നേറ്റ് എളിയവരെ മറക്കാതെ എളിയവർക്ക് വേണ്ടി തൃക്കൈ ഉയർത്തി പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നു. 22-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അപ്പോൾ രക്ഷ എവിടെയാണുള്ളത്? കർത്താവായ ദൈവത്തിൽ മാത്രമാണ് രക്ഷയുള്ളത്. ആയതിനാൽ നാം ദൈവത്തെ ആശ്രയിക്കുക, സങ്കീർത്തനക്കാരനെ പോലെ ദൈവത്തോട് നിലവിളിക്കുക. 27-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവേ നീ എനിക്ക് തുണയായിരിക്കുന്നു, എൻ്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ. അപ്പോൾ ഇവിടെയും പറയുന്നത് എന്താണ്? രക്ഷ എവിടെ മാത്രമേ ഉള്ളൂ? കർത്താവായ ദൈവത്തിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ നിശബ്ദതയ്ക്ക് മുൻപിലും മിണ്ടാതിരിക്കുവാൻ ഒരുക്കമല്ലാത്ത വിധത്തിലുള്ള സങ്കീർത്തനക്കാരൻ്റെ നിലവിളി. ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്നൊരു തോന്നൽ നമ്മളിൽ മാത്രമാണുള്ളത്. പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവം നമ്മളെ വിട്ടു പോയിട്ടില്ല, ദൈവം നമ്മളെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ നമുക്കുള്ള തോന്നൽ എന്താണ്? നമുക്കുള്ള അനുഭവം, നമ്മുടെ ആ ചിന്താഗതി എന്താണ്? ദൈവം എൻ്റെ കൂടെ ഇല്ല എന്നുള്ളതാണ്. നമ്മളിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉടലെടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം നിശബ്ദനായിട്ടിരിക്കുകയാണ് എങ്കിൽ, ആ ഒരു തോന്നലാണ് നമുക്കുള്ളത് എങ്കിലും നമ്മൾ മിണ്ടാതിരിക്കാൻ സമ്മതിക്കാതെ നാം എന്ത് ചെയ്യണം? ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. കാരണം അവർ പ്രാർത്ഥിക്കുന്നത് ജീവനും കൃപയും ക്ഷമയും ഉള്ള ദൈവത്തോടാണ്. മുൻപുണ്ടായിരുന്ന ദൈവം നമ്മുടെ കഷ്ടതയിലും നമ്മോടുകൂടെ ഇപ്പോഴും ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. നിലവിളികളും യാചനകളും ദൈവം കേൾക്കുമെന്ന ആത്മവിശ്വാസവും ഉറപ്പുമാണ് നാം ഈ പാഠഭാഗത്ത് നിന്നും പഠിക്കേണ്ടതായ ചില സന്ദേശങ്ങൾ. ദൈവത്തിൻ്റെ നിശബ്ദതയുടെ സന്ദർഭങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ കഴിയും. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ? നമ്മുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ കഷ്ടതയിൽ എന്തുകൊണ്ടാണ് ദൈവം നിശബ്ദനായിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നമ്മെ തന്നെ പരിശോധിക്കുവാൻ കഴിയും. അതിലുപരിയായി ആ കഷ്ടതയിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തെ നമുക്ക് കൂടുതൽ അന്വേഷിക്കുവാനും നമുക്ക് സാധിക്കും. ആ ദൈവം മിണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ ദൈവം നിശബ്ദനാണ് എന്ന് നമുക്ക് അനുഭവപ്പെടുന്ന ആ അവസരങ്ങൾ നാം ഈ 2 കാര്യങ്ങൾക്കായിട്ട് നാം വിനിയോഗിക്കണം. ഒന്ന്, നമുക്ക് നമ്മളെ തന്നെ പരിശോധിച്ച് ഒന്ന് വിശകലനം ചെയ്യുവാനുള്ള ആ ഒരു അവസരം നമുക്ക് അവിടെ കാണണം. രണ്ടാമത്, ആ കഷ്ടതയിലും നിന്നുകൊണ്ട് തന്നെ ദൈവത്തെ നമ്മൾ വീണ്ടും കൂടുതൽ തുടർന്നും അന്വേഷിക്കുവാനുള്ള ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു അഭിവാഞ്ച നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ അവ പ്രയോജനപ്പെടണമെങ്കിൽ നാം എല്ലാം ഏറ്റുപറയണം, വിനീതമായി യാചിക്കണം. നമ്മുടെ ദൈവം മിണ്ടാതിരിക്കുന്ന ദൈവമല്ല, മറിച്ച് തക്ക സമയത്ത് പ്രവർത്തിച്ച് നമ്മെ വിടുവിക്കുന്ന ദൈവം ക്രൂശ് മരണത്താൽ ജയമെടുത്തവനാണ്. നമുക്ക് ബുധനാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നേക്കും ഇല്ലാതെയായോ? ദൈവത്തോടുള്ള ഒരു കേണപേക്ഷയോടെയാണ് സങ്കീർത്തനം 77-ാം അധ്യായം തുടങ്ങുന്നത്. ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് നിലവിളിക്കും. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. എൻ്റെ ആത്മാവ് ധ്യാനിക്കുന്നു എന്നിങ്ങനെ സങ്കീർത്തനക്കാരനായ ആസാഫിൻ്റെ വ്യക്തിത്വം ആകമാനം ഒരു മുറവിളിയോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരു അനുഭവമാണ് സങ്കീർത്തനം 77-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവത്തിൽ നിന്നുമുള്ള ആശ്വാസം മാത്രമാണ് ആ സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുന്നത്. മറ്റുള്ള യാതൊരു ഇടപെടലുകളും ആ സങ്കീർത്തനക്കാരൻ അതിൻ്റെ ആവശ്യമില്ല. അവിടെ ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം മാത്രം മതി. അതിനാലാണ് ഇപ്രകാരം 77-ാം അധ്യായം 3-ാം വാക്യം പറയുന്നത്, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, ഞാൻ ധ്യാനിച്ചു എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആര് മാത്രം മതി? ദൈവത്തിൻ്റെ ആശ്വാസം മാത്രം മതി. ദൈവത്തെ ഓർത്തിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടം ചോദ്യങ്ങൾ കൂടി ഈ സങ്കീർത്തനക്കാരൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്.
കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ? അവൻ്റെ ദയ സദാകാലത്തേക്കും പൊയ്പോയോ? അവൻ്റെ വാഗ്ദത്തം തലമുറയോളം ഇല്ലാതെയായി പോയോ? ദൈവം കൃപ കാണിക്കുവാൻ മറന്നിരിക്കുന്നുവോ? അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നുവോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാൽ സങ്കീർത്തനക്കാരന് ആവലാതിപ്പെടുകയാണ്, വേവലാതിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ മനസ്സു മാറിയെങ്കിൽ പ്രത്യാശയ്ക്ക് വഴിയില്ല എന്ന നിഗമനത്തെ തള്ളിക്കളയുവാൻ അവൻ ബന്ധപ്പെടുകയാണ്. ദൈവത്തിൻ്റെ മനസ്സ് മാറിയിട്ടില്ല, ദൈവം എൻ്റെ കൂടെ തന്നെയുണ്ട്, ആ വാഗ്ദത്തം തലമുറയോളം ഇരിക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസത്തിലേക്ക് അവൻ ആ ചോദ്യങ്ങളിലൂടെ ആ ഒരു വിശ്വാസത്തിലേക്ക് അവൻ കടന്നു വരികയാണ്. ഇത്തരം വേവലാതികളാൽ സങ്കീർത്തനക്കാരന് തൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. ആ ഒരു കൂട്ടം ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ തിരപോലെ അടിച്ചു വരുമ്പോഴും, ആ ഒരു കൂട്ടം ചോദ്യങ്ങളാൽ അവന് പ്രയാസപ്പെടുമ്പോഴും ഭാരപ്പെടുമ്പോഴും അവൻ്റെ ഉറക്കം അവിടെ നഷ്ടപ്പെടുന്നു. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവം അവനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നാണ്. നീ എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു എന്ന് സങ്കീർത്തനം 77-ാം അധ്യായം 4-ാമത്തെ വാക്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ കർത്താവായ ദൈവം അവനെ ഉറങ്ങാൻ സമ്മതിക്കാതെ, ഉറങ്ങാനാവാതെ സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ മുൻകാല വിടുതൽ പ്രവൃത്തികളെ ഓർക്കുന്നു. സങ്കീർത്തനം 77-ന്റെ 5-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു, അത്യുന്നതന്റെ വലങ്കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെയെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. വീണ്ടും പറയുകയാണ്, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും, ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും, നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും എന്നിങ്ങനെ നമുക്ക് പറയുന്നതായിട്ട് കാണുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർക്കുന്നതിലൂടെ ദൈവവുമായുള്ള ബന്ധം ഉറപ്പിക്കുകയാണ്. ദൈവത്തെ കാത്തിരിക്കുവാൻ, തുടർന്നും ദൈവത്തെ അന്വേഷിക്കുവാൻ സങ്കീർത്തനക്കാരൻ ഇവിടെ പ്രോത്സാഹിക്കപ്പെടുകയാണ്. അപ്രകാരം അവൻ ദൈവത്തിലുള്ള അവൻ്റെ വിശ്വാസം, ദൈവത്തിൻ്റെ വിശ്വസ്തത ഒക്കെയും അവിടെ ഉറപ്പാക്കുന്നു. സങ്കീർത്തനം 77-ന്റെ 13 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയാണ്. തുടർന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നു. വെള്ളങ്ങൾ നിന്നെ കണ്ടു ഭ്രമിച്ചു, ആഴങ്ങൾ വിറച്ചുപോയി, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, ആകാശം നാദം മുഴക്കി, നിന്റെ അസ്ത്രങ്ങൾ പരക്കെ പറന്നു, നിന്റെ ഇടിമുഴക്കം ചുഴലിക്കാറ്റിൽ മുഴങ്ങി, മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു, ഭൂമി കുലുങ്ങി നടുങ്ങിപ്പോയി, നിന്റെ വഴി സമുദ്രത്തിലും പാതകൾ പെരുവെള്ളത്തിലും ആയിരുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും സങ്കീർത്തനക്കാരൻ അവിടെ വർണ്ണിക്കുന്നു. പൂർവ്വകാലങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അതേ ദൈവം ഇന്നും ശക്തനാണ് എന്ന് സങ്കീർത്തനക്കാരൻ തിരിച്ചറിയുന്നു. നമ്മളെയും അത് ഓർമ്മിപ്പിക്കുന്നു. ദൈവം സങ്കീർത്തനക്കാരനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ കാൽച്ചുവടുകളുടെ വഴി അറിയാതെയും ഇരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ തിരിച്ചറിയുന്നു. ഈ ഓർമ്മകളിലൂടെ സങ്കീർത്തനക്കാരനുണ്ടായ ഒരു തിരിച്ചറിവാണിത്. ദൈവം സങ്കീർത്തനക്കാരനെ നോക്കിയിരിക്കുക, പക്ഷേ ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ ആരറിയാതെ പോയി? ഈ സങ്കീർത്തനക്കാരൻ അറിയാതെ പോയി. പലപ്പോഴും നമ്മളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയാത്തപ്പോഴും സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ വഴി നടത്തിപ്പ് തിരിച്ചറിയുന്നു. നമ്മൾ അങ്ങനെ ദൈവത്തിൻ്റെ വഴി കാണാതെ പോകുന്നുവെങ്കിലും, ദൈവത്തിൻ്റെ കാൽപ്പാടങ്ങൾ നമ്മൾ കാണാതെ പോകുന്നുവെങ്കിലും ദൈവം നമ്മളെ വഴി നടത്തുന്നു. ദൈവം ഒരേ സമയം തന്നെ വെളിപ്പെടുകയും മറഞ്ഞിരിക്കുകയും ചെയ്യുമെന്ന് സങ്കീർത്തനക്കാരന് ബോധ്യപ്പെടുകയാണ്. അപ്രകാരം ദൈവത്തിൻ്റെ ഗ്രഹിക്കാനാകാത്തതും അത്യുന്നതവുമായ വഴികളെ ഓർത്ത് അവൻ ഇപ്പോൾ ദൈവത്തെ പുകഴ്ത്തുന്നതായ ഒരു അനുഭവം നമുക്ക് സങ്കീർത്തനം 77-ാം അധ്യായത്തിൽ കാണുന്നു. വ്യാഴാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ, നീതിമാൻ പരീക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് എന്നതാണ് വ്യാഴാഴ്ചത്തെ പാഠഭാഗത്തിൻ്റെ തലക്കെട്ട്. ഈ പാഠഭാഗം നമുക്കൊരു താരതമ്യ പഠനത്തിലൂടെ പഠിക്കാം. നീതിമാന്മാരും ദുഷ്ടന്മാരുമുള്ള ഒരു താരതമ്യ പഠനം. സമൂഹത്തിൽ നീതിമാന്മാരും ദുഷ്ടന്മാരുമുണ്ട്. ദുഷ്ടന്മാർ ചെയ്യുന്ന പ്രവൃത്തികൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദുഷ്ടന്മാരുടെ പ്രവൃത്തികളിൽ നീതികേടുണ്ട്, അസൂയ നിമിത്തം അവർക്ക് കഷ്ടതയുണ്ട്, അവരിൽ അകൃത്യമുണ്ട്, സമ്പത്തിനെ കുറിച്ച് അവർ ആഗ്രഹിക്കുന്നു, ധനസമൃദ്ധിയിൽ അവർ പ്രശംസിക്കുന്നു, തുടങ്ങിയ മോഹങ്ങളാൽ അവർ വലയുന്നു. ഇങ്ങനെ അവർ ദുഷ്ടന്മാർ. മാത്രമല്ല അവർ ഘോഷിച്ചുല്ലസിക്കുന്നു, ധാർഷ്ട്യം സംസാരിക്കുന്നു, വമ്പ് പറച്ചില്, പീഡനങ്ങൾ, മറ്റുള്ളവരെ പീഡിപ്പിക്കുക, ഉപദ്രവിപ്പിക്കുക, വിധവയെയും പരദേശിയെയും കൊല്ലുക, അനാഥന്മാരെ ഹിംസിക്കുക. ഇതൊക്കെയും അവർ ചെയ്തിട്ടും അവർ മറ്റൊരു അകൃത്യം കൂടി ചെയ്യുക. ഈ ചെയ്യുന്നതൊന്നും ദൈവം കാണുന്നില്ല. അത്യുന്നതിന് ഇതൊക്കെ കാണാൻ പറ്റുമോ എന്നവരെ
ചോദിക്കുക. ദുഷ്ടന്മാരുടെ ഈ പ്രവർത്തനങ്ങൾ കാരണം സങ്കീർത്തനക്കാരൻ ചിന്തിക്കുകയാ, നീതിമാൻ പരീക്ഷിക്കപ്പെടുകയാണോ എന്ന് ചിന്തിക്കുന്നു. ദുഷ്ടന്മാരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ബാധിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതും നീതിമാന്മാരെയാണ്. ദുഷ്ടന്മാർ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, അവർ ദൈവത്തെ നിന്ദിക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ദുഷ്ടന്മാരുടെ ചെങ്കോല് ലോകത്തിൽ അവരുടെ ദുഷ്ടത നിമിത്തം, അവരുടെ പ്രവർത്തന നിമിത്തം ലോകത്തിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ നീതിമാന്മാരുടെ ചെങ്കോലോ പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണും. അപ്പോൾ സ്വാഭാവികമായും നീതിമാന്മാർ പരീക്ഷിക്കപ്പെടും. അവരുടെ മനസ്സിൽ വൻ പോരാട്ടം നടന്ന് അവർ ചിന്തിക്കും, ചേടാ, തിന്മയ്ക്ക് അല്ലെങ്കിൽ നീതിമാന്റെ ചെങ്കോലിന് ഇത്രയും വൻകാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നന്മയെ വിട്ടുകളഞ്ഞ് തിന്മയെ സ്വീകരിച്ചുകൂടാ എന്നുള്ളൊരു വലിയ ചോദ്യം, ഒരു വലിയ വടംവലി അവരുടെ മനസ്സിൽ നടക്കും. ഇതാണ് നീതിമാന്മാരുടെ പരീക്ഷണം എന്ന് പറയുന്നത്. സങ്കീർത്തനം 73 പഠിക്കുമ്പോൾ രചയിതാവായ ആസാഫ് ലോകത്തിലെ ഇപ്പോഴത്തെ ആകൃത്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടതയെ വരച്ചു കാണിക്കുന്നു. ദുഷ്ടന്മാർക്ക് അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകും. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയും, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. ഇതൊക്കെ ഇവർ ചെയ്യുമ്പോഴും അവർ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ദൈവം എങ്ങനെ കാണാനാ, ദൈവം എങ്ങനെ അറിയാനാ, അത്യുന്നതന് അറിവുണ്ടോ എന്നവരെ പറയുന്നു, വമ്പ് പറയുന്നു. നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ നീതിമാന്മാരുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്? അവർ ദിനം തോറും ദൈവത്തെ അന്വേഷിക്കുന്നു. രാവിലെ തോറും അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകുന്നു. ഉഷസ് തോറും അവർ ദണ്ഡിക്കപ്പെടുന്നു. അവരവരുടെ മനസ്സ് പുതുക്കി മാനസാന്തരപ്പെടുന്നു. കഷ്ടത ഓർത്ത് പ്രയാസപ്പെടുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെല്ലുവാനുള്ള ഒരു ആഗ്രഹവും അവർ കാണിക്കുന്നു, ചെല്ലുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ദുഷ്ടന്മാർക്ക് അല്ലെങ്കിൽ നിഷ്പ്രയോജനകരമായ അകൃത്യങ്ങളിൽ ആശ്രയിക്കുന്നവരുടെ അന്ത്യം എന്താണ് എന്ന്. അതിന് ഉത്തരമായിട്ട് 1 പത്രോസിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. പ്രവാസകാലം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ ഭൂമിയിലെ ഇഹലോകവാസം. ഈ വാസമാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ള ഈ ജീവിതകാലമാണ് നമുക്ക് ദൈവമക്കളായ നമുക്ക് പ്രവാസകാലം എന്ന് പറയുന്നത്. അപ്പോൾ മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെയാണ് നമ്മൾ പിതാവെന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രവാസകാലത്ത് നാം എങ്ങനെ കഴിയണം? ഭയത്തോടെ കഴിയണമെന്നാണ് കർത്താവായ ദൈവം പറയുന്നത്. സങ്കീർത്തനം 73-ാം അധ്യായം അതിലെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. ആരെ? ദുഷ്ടന്മാരെ. അതായത് ഈ നിഷ്പ്രയോജനകരമായ ദുഷ്ടന്മാർക്ക് വേണ്ടി വരുവാനിരിക്കുന്ന അന്ത്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവായ ദൈവം അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. ക്ഷണത്തിൽ അവർ ശൂന്യമായി പോകുന്നു. മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോകുന്നു. അവരുടെ രൂപത്തെ അന്ത്യനാളുകളിൽ തുച്ഛീകരിക്കുന്നു. ദുഷ്ടന്മാർ നേരിടുന്ന ന്യായവിധിയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ നമുക്കും അറിവ് തരികയാണ്. അതുകൊണ്ട് നാം തിരഞ്ഞെടുക്കുക, ദുഷ്ടനായിരിക്കണമോ നീതിമാനായിരിക്കണമോ? ഈ ലോകത്തിലെ പ്രവാസകാലം ഭയത്തോടെ കഴിയണോ അതോ ക്രിസ്തുവിൻ്റെ സമാധാനത്തോടെ കഴിയണമോ? ക്രിസ്തുവിൻ്റെ സമാധാനമാണ് പ്രവാസകാലത്ത് വേണ്ടതെങ്കിൽ യഹോവയായ കർത്താവിനെ സങ്കീർത്തനക്കാരൻ സങ്കേതമാക്കിയിരിക്കുന്നത് പോലെ നമ്മളും യഹോവയെ സങ്കേതമാക്കുക എന്നുള്ളൊരു ആഹ്വാനത്തോടു കൂടി നമുക്ക് വെള്ളിയാഴ്ചത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. സങ്കീർത്തനക്കാർ ഭാവിയെക്കുറിച്ച് ശങ്കിച്ചെന്ന് വരാം, എന്നാൽ അവർ എപ്പോഴും ദൈവത്തിൻ്റെ പരാജയപ്പെടാത്ത സ്നേഹത്തോടും വിശ്വസ്തയോടും അഭ്യർത്ഥന കഴിക്കുന്നുവെന്ന് നമുക്ക് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നു. അതേപോലെ സങ്കീർത്തനക്കാരുടെ ആ മാതൃക നാം പിന്തുടരുകയും വേണം. ഉയരത്തിലേക്ക് നോക്കുവാൻ, കീഴെ നിങ്ങളുടെ കഷ്ടതകളിലേക്കല്ല, നിങ്ങളുടെ സർവ്വശക്തിയും സമാഹരിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് നോക്കുവാൻ നമ്മൾ പഠിക്കണം. നാം അങ്ങനെ ചെയ്താൽ നമ്മുടെ ഈ ലോകത്തിലെ പ്രവാസകാലത്തിലെ വഴിയിൽ നാം ഒരിക്കലും തളർന്നു വീഴുകയില്ല. യേശുവിനെ മേഘത്തിനപ്പുറം വളരെ വേഗം നിങ്ങൾ കാണും. നിങ്ങളെ സഹായിക്കുവാനായി അവൻ്റെ കരം നീട്ടപ്പെട്ടിരിക്കും. ലളിതമായ വിശ്വാസത്തിൽ നിങ്ങളുടെ കരങ്ങളെ യേശുവിന് നൽകിക്കൊണ്ട് യേശുവിനെ നിങ്ങളെ നയിക്കുവാനായി അനുവദിക്കുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. അതിനായി നാം നമ്മെ തന്നെ യേശുവിൽ സമർപ്പിച്ച്
കൊടുക്കുക ആണ് നാം ചെയ്യേണ്ടത്. നിങ്ങൾ വിശ്വാസത്തിൽ നിറഞ്ഞവർ ആകുമ്പോൾ യേശുവിലെ വിശ്വാസത്തിലൂടെ നമ്മളും പ്രത്യാശ നിറഞ്ഞവർ ആയിത്തീരും. ദൈവം മുഖം മറയ്ക്കുന്ന സമയങ്ങളിൽ പ്രാർത്ഥനയുടെ ശക്തിയെ തുച്ഛീകരിക്കരുത്. നേരെ എതിരായി ഇത്തരം സന്ദർഭങ്ങൾ സ്വയം പരിശോധിക്കുന്നതിനും ദൈവത്തിൻ്റെ മുൻകാല രക്ഷാപ്രവർത്തനങ്ങളെ ഓർമ്മിക്കുന്നതിനുമുള്ള ഒരു അവസരമായി നാം അതിനെ പരിഗണിക്കണം. അനുതാപത്തോടും വിനീതമായ അപേക്ഷയോടും കൂടി ദൈവത്തെ അന്വേഷിക്കുന്നതിനും നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ പാഠഭാഗം ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പാഠഭാഗത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നല്ലൊരു പാഠപഠനം അടിയങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു നാഥാ. ഹല്ലേലൂയ. പാഠം പഠിപ്പിച്ച നിമിഷങ്ങളിലൊക്കെയും അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു നാഥാ. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ, സങ്കീർത്തനക്കാരൻ വിശ്വസിച്ചതുപോലെ അങ്ങയെ തുടർന്ന് അന്വേഷിപ്പാനും കർത്താവെ അവിടുത്തെ മുഖം നോക്കി ജീവിപ്പാനും തക്കണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പശ്ചാസ്തോത്രം. ഈ സങ്കീർത്തനങ്ങൾ പഠിക്കുന്നതിലൂടെ, ഈ നല്ല പാഠങ്ങൾ പഠിക്കുന്നതിലൂടെ കർത്താവിനെ തുടർന്നും അന്വേഷിപ്പാനും മുഖം നോക്കി ജീവിപ്പാനും ഒരു പടി കൂടി ദിവസം പ്രതി അവിടത്തേക്ക് അടുക്കുവാനും അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുസാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നും അടിയങ്ങളെ സഹായിക്കണമെന്ന് യാചിക്കുന്നു. അടിയങ്ങളെ നോക്കിയിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. വരവിനായി ഒരുക്കണമെന്ന് യാചിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.